Hi, welcome to Edu-world classes. So, നമ്മൾ icds supervisor examന് ആവശ്യമായിട്ടുള്ള ഹോം സയൻസ് സബ്ജക്റ്റിലെ 4th മൊഡ്യൂൾ ആയിട്ടുള്ള എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ, ഡെഫിനിഷൻ, നീഡ്സ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ, ഇൻഫോർമൽ ആൻഡ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ. സോ ഇത്രയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു. സോ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ഈസ് ഓർഗനൈസ്ഡ്, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ്, ഹൈറാർക്കിയലി സ്ട്രക്ചേർഡ്, ക്രൊണോളജിക്കലി ഗ്രേഡഡ്. സോ ഇതാണ് പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്താണ് എന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ഫോർമൽ എഡ്യൂക്കേഷൻ, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. സോ ഇത്രയും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്കതിൽ ഏതാണ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് കണ്ടുപിടിക്കാം. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഫോർമൽ എഡ്യൂക്കേഷൻ നോക്കാം. സോ നമുക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അറിയാം വിദ്യാഭ്യാസം. സോ ഈ വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കുന്നത് പല രീതികളിലൂടെ നമുക്ക് പല ഫോംസിലൂടെ ലഭിക്കാം. ആ 3 രീതികളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഫോർമൽ രീതിയിൽ നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടാം, നോൺ ഫോർമൽ രീതിയിൽ കിട്ടാം, അതുപോലെ തന്നെ ഇൻഫോർമലായിട്ടും നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടാം. സോ അപ്പോൾ ഓരോന്നും പറയുമ്പോൾ അതെന്താണെന്ന് കുറച്ചുകൂടി ക്ലിയർ ആവും. സോ ഫസ്റ്റ് എന്താണ് ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് നോക്കാം. ഇറ്റ് ഈസ് ഇമ്പാർട്ടഡ് ബൈ ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഏജൻസി സ്പെഷ്യലി എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദിസ് പർപ്പസ് സച്ച് എ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് ഇറ്റ്സ് സ്ട്രക്ചർ. സോ എക്സാമ്പിൾ പറയുന്നത് സ്കൂൾ ഇസ് ആൻ ഏജൻസി ഫോർ ഫോർമൽ എഡ്യൂക്കേഷൻ. ദ സ്കൂൾ ഹാസ് ഇറ്റ്സ് സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് governed by rules and regulation prescribed by state. സോ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫോർമൽ രീതിയിൽ നമുക്ക് കിട്ടുന്ന വിദ്യാഭ്യാസത്തിനെയാണ് നമ്മൾ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സ്കൂൾസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസിലൂടെ ഒരു ഫോർമൽ രീതിയിൽ സോ നമ്മളവിടെ പോയിരുന്ന് ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷനാണ് നമ്മൾ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഫോർമൽ എഡ്യൂക്കേഷൻ നടത്തുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി മാത്രമായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് എഡ്യൂക്കേഷനാണെന്ന് പറയുമ്പോൾ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഉദാഹരണമാണ് സ്കൂൾ എന്ന് പറയുന്നത് ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് സ്കൂൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസ്, കോളേജസ്, നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്ന എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ റെഗുലർ രീതിയിൽ ചെയ്യുന്ന എല്ലാ എഡ്യൂക്കേഷൻസിനെയും നമുക്ക് ഫോർമൽ എഡ്യൂക്കേഷൻ്റെ കീഴിൽ പറയാം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂളിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ തന്നെ ഇതിനൊരു സ്ട്രക്ചർ കാണും. ഓരോന്നും ഇപ്പോൾ KG കഴിഞ്ഞ അടുത്ത സെക്ഷൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ട് പോകാം. ഫസ്റ്റ് ജയിച്ച സെക്കൻഡ്, അങ്ങനെ ഓരോന്നും ക്രൊണോളജിക്കൽ അല്ലെങ്കിൽ ഹൈറാർക്കിയലി സ്ട്രക്ചേർഡാണ്. അതുപോലെ തന്നെ കരിക്കുലംസ് നോക്കിയാൽ അറിയാം. 1ാം ക്ലാസ്സിനുള്ള കരിക്കുലംസ് ഓൾവേസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ അത് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കരിക്കുലം ഇന്ന ഒരു 1ാം ക്ലാസ്സുകാരന് ഇത്രയും ഒരു കണ്ടൻറ്റ്, ഇത്രയും ഒരു കരിക്കുലമാണ് കിട്ടേണ്ടത്. സോ അതുകൊണ്ട് നമുക്ക് പറയാം ഇത് കോൺഷ്യസ്ലി പ്ലാൻഡ് ആണ്. ഒരു ഫിക്സഡ് കരിക്കുലം ഉണ്ട്, അതുപോലെ പിന്നെ മെത്തേഡ് ഓഫ് ടീച്ചിങ് ഉണ്ട്. ഓരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഓരോ സിലബസ് പഠിക്കുന്നതിന് പ്രത്യേക തരം മെത്തേഡ്സ് എല്ലാം ഫിക്സഡ് ആണ് അല്ലെങ്കിൽ പ്രീ പ്ലാൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഇറ്റ് ഹാസ് പ്രിസ്ക്രൈബ്ഡ് സിലബസ്, കരിക്കുലം, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. ഇറ്റ് ഈസ് പ്ലാൻഡ് ആൻഡ് ഫോർമലൈസ്ഡ് വേ ഓഫ് ടീച്ചിങ് ദ സ്റ്റുഡൻസ്. ഇതൊരു ഫോർമലൈസ്ഡ് രീതി അല്ലെങ്കിൽ പ്ലാൻ ഡെലിബറേറ്റ്ലി നമ്മൾ ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷനാണ് ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇനി അടുത്ത് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് നോക്കാം. ഇറ്റ് ഈസ് ഹൈറാർക്കിയലി സ്ട്രക്ചേർഡ് ആൻഡ് റിജിഡ്. സോ മറ്റ് എഡ്യൂക്കേഷൻ രീതി നോൺ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ വെച്ച് നോക്കുമ്പോൾ റിജിഡ് ആയിട്ടുള്ളൊരു എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ട്രക്ചറിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. ഈ കുട്ടി ഈ ഇത്രയും പറയുന്ന വർക്കിംഗ് ഡേയ്സിൽ പോയേ പറ്റൂ, സോ എന്നാലേ അവന് അതിന് ഇത്ര മാർക്ക് കിട്ടും. സോ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നോക്കുമ്പോൾ ഇതൊരു റിജിഡ് ആയിട്ടുള്ളൊരു എഡ്യൂക്കേഷനാണ് ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഹൈറാർക്കിയലി സ്ട്രക്ചേർഡ് ആണ്. ഓരോ തലങ്ങളുണ്ട്. ഫസ്റ്റ് ജയിച്ചാൽ സെക്കൻഡ് ജയിച്ചാൽ അങ്ങനെ ഓരോ തലങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോ അതാണ് ഹൈറാർക്കിയലി സ്ട്രക്ചേർഡ് ആൻഡ് റിജിഡ് ആണ്. സെക്കൻഡ് ഈസ് ഇറ്റ് ഈസ് പ്ലാൻ ആൻഡ് ഡെലിബറേറ്റ്. നമ്മൾ വേണമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് കൊടുക്കുന്ന വിദ്യാഭ്യാസമാണ് ഇത് ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഷെഡ്യൂൾഡ് ഫീസ് ആർ പെയ്ഡ് റെഗുലർലി. ചില ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ സ്കൂൾസിന് ഫീസ് പേ ചെയ്യുന്നുണ്ട്. ചില ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് ആണെങ്കിൽ ഫീസൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇറ്റ് ഹാസ് എ ക്രൊണോളജിക്കൽ ഗ്രേഡിംഗ് സിസ്റ്റം. ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും. ക്രൊണോളജിക്കൽ എന്ന് പറഞ്ഞാൽ കാലഗണന എന്നാണ് അർത്ഥം. ക്രൊണോളജിക്കൽ ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും. ഇറ്റ് ഹാസ് എ സിലബസ് ആൻഡ് സബ്ജക്റ്റ് ഓറിയൻറ്റഡ്. ദ സിലബസ് ടു ബി കവേർഡ് വിത്തിൻ എ സ്പെസിഫിക് ടൈം പീരീഡ്. ഒരു സിലബസ് ഉണ്ടായിരിക്കും, സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും. ഇത്രയും സബ്ജക്റ്റ് പഠിക്കണമെന്ന് നിർബന്ധമായിരിക്കും. അതിൽ ഓപ്ഷൻസ് ഒന്നും കാണത്തില്ല. ഇത്രയും സമയം കൊണ്ട് ഇത്രയും പോർഷൻസ് തീർക്കണം. സോ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഫോർമൽ എഡ്യൂക്കേഷൻ ഇസ് എ റിജിഡ്. ഇത് ഇസ് എ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആണ്. എക്സാമ്പിൾസ് പറയുന്ന സ്കൂൾസ്, യൂണിവേഴ്സിറ്റീസ്, കോളേജസ്.
സോ ഇനി അടുത്തത് നോൺ ഫോർമൽ, അതായത് നോൺ ഫോർമൽ എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് ഫോർമൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഈ നോൺ ഫോർമലുള്ളൂ. പക്ഷേ ഫോർമൽ പറഞ്ഞ കണക്ക് അത്രയും റിജിഡ് അല്ല, കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു എഡ്യൂക്കേഷണൽ രീതിയാണ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ഹാസ് എമേർജ്ഡ് ആസ് ആൻ ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഡ്യൂ ടു ദ ലിമിറ്റേഷൻ ഓഫ് ഫോർമൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഓൾസോ ബിക്കോസ് ഓഫ് ഇൻഡിവിജ്വൽ റിക്വയർമെൻറ്റ് ആൻഡ് സർക്കംസ്റ്റൻസസ് എ ചൈൽഡ് മേ നോട്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദ സ്കൂൾ റെഗുലർലി. Non-formal education was organized to provide the facility of education to all children who are not participating in the formal system of education for whatever reason. Example, distance education, scouts, guides, ഫിറ്റ്നസ് പ്രോഗ്രാം. സോ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ അല്ലെങ്കിൽ ഫോർമൽ എഡ്യൂക്കേഷൻ രീതിയിൽ പോകാൻ പറ്റാത്തവർക്ക് വേണ്ടിയായിട്ട് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ നമുക്ക് നോൺ ഫോർമൽ എന്ന് പറയാം. ഇത് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ രീതിയാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് ഓർഗനൈസ്ഡ് ആണ്, ഒരു സ്ട്രക്ചർ കാണും. ഒരു മറ്റേതുപോലെ അത്രയും റിജിഡ് അല്ല എങ്കിൽ പോലും ഇതിനൊരു ഓർഗനൈസ്ഡ് ആണിത്. സോ ഈ ഒരു ഏരിയയിൽ നിന്നാണ് പ്രീവിയസ് ഇയർ ചോദിച്ചിരുന്നത്. നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, സോ ഒരു ഓർഗനൈസ്ഡ് എഡ്യൂക്കേഷണൽ രീതിയാണ്. ഇനി അതുപോലെ തന്നെ ഇത് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, സ്കൗട്ട്സ്, സ്കൂളുകളിൽ തന്നെ കാണുന്ന സ്കൗട്ട്സ്, ഗൈഡ്സ്, അതുപോലെ ഫിറ്റ്നസ് ഒരു വ്യക്തി ഫിറ്റ്നസ് പ്രോഗ്രാമിന് പോകും. അതുപോലെ നമ്മൾ പ്രൊഫഷണൽ സ്കിൽസ് അക്വയർ ചെയ്യാൻ എന്തെങ്കിലും കോഴ്സുകളിൽ ചേരുക. സോ ഈ രീതിയിലുള്ള എഡ്യൂക്കേഷനെല്ലാം നമുക്ക് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയാം. അതായത് ഒരു ഫിക്സഡ് കരിക്കുലം ഒന്നും റിജിഡ് ആയിട്ടുള്ളൊരു ഫിക്സഡ് കരിക്കുലം ഇല്ല, എന്നാൽ നമുക്ക് എഡ്യൂക്കേഷൻ കിട്ടും. കറസ്പോണ്ടൻറ്റ് കോഴ്സുകൾ എന്ന് പറയും. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, നമുക്ക് ഡിഗ്രിക്ക് പഠിക്കാൻ ഇപ്പം പോകാൻ പറ്റാത്ത അവസ്ഥയുള്ളൊരു ആളാണെങ്കിൽ നമുക്ക് ഡിസ്റ്റൻ്റായിട്ട് ചെയ്യാമല്ലേ. അതായത് മറ്റേതുപോലെ നമുക്ക് റെഗുലറായിട്ട് പോകേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ജോലി ചെയ്തുകൊണ്ട് തന്നെ ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യാം. അതുപോലെ തന്നെ കരാട്ടെ ക്ലാസ്, NCC, NSS അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം എന്താണ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ്റെ കീഴിൽ വരുന്നതാണ്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഇതും എന്താണ്, പ്ലാൻഡ് ആണ്. ഫോർമൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്രയും പ്ലാൻഡ് അല്ലെങ്കിൽ പോലും പ്ലാൻഡ് ആണ്. പ്ലാൻഡ്, ഓർഗനൈസ്ഡ് ആൻഡ് ടേക്ക് പ്ലേസ് എപ്പാർട്ട് ഫ്രം സ്കൂൾ സ്ട്രക്ചർ പോലെയല്ല, അതിൽ നിന്ന് വ്യത്യസ്തതരമായിട്ടുള്ളൊരു രീതിയാണ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് മോർ ഫ്ലെക്സിബിൾ ദാൻ ഫോർമൽ എഡ്യൂക്കേഷൻ. ടൈം ടേബിൾ ആൻഡ് സിലബസ് ക്യാൻ ബി അഡ്ജസ്റ്റബിൾ. ടൈം ടേബിളും സിലബസും ഒന്നും ഇല്ല എന്നല്ല പറയുന്നത്, കാണും. നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സ് ചെയ്താൽ പോലും നമ്മൾ ഇതിൻ്റെ ഒരു പീരീഡിൽ ഈ എക്സാം അറ്റൻഡ് ചെയ്യണം, കാണും. അങ്ങനെയുള്ള ടൈം ടേബിളും സിലബസും എല്ലാം കാണുമായിരിക്കും. പക്ഷേ എന്താണ്, കുറച്ചുകൂടെ അഡ്ജസ്റ്റബിൾ ആണ്, നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ചെയ്യാം. ആൻഡ് ഹാസ് നോ ഏജ് ലിമിറ്റ് കാണില്ല. PG കോഴ്സുകളൊക്കെ ആണെങ്കിൽ പോലും ഏജ് ലിമിറ്റ് കാണത്തില്ല. ഇനി ഫിറ്റ്നസ് പ്രോഗ്രാമുകളാണെങ്കിൽ അതിലെല്ലാം ഒന്നിനും ഏജ് ലിമിറ്റ് ഇല്ല. ഫീസ് ഓർ സർട്ടിഫിക്കറ്റ് മേ ഓർ മേ നോട്ട് ബി നെസറി. ഫീസോ സർട്ടിഫിക്കറ്റ്സോ ഒക്കെ കൊടുക്കാം, ചിലപ്പം കൊടുത്തില്ല എന്നും വരാം. It may be full-time or part-time learning and one can earn and learn together. പാർട്ട് ടൈം ആയിട്ട് അല്ലെങ്കിൽ ഫുൾ ടൈം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷനാണ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഒരാൾക്ക് ജോലി ചെയ്ത് അല്ലെങ്കിൽ ഏൺ ചെയ്തുകൊണ്ട് തന്നെ ഈ പഠനം മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇറ്റ് ഇൻവോൾവ്സ് ലേണിംഗ് ഓഫ് പ്രൊഫഷണൽ സ്കിൽസ്. ഇനി അടുത്ത ഇൻഫോർമൽ എഡ്യൂക്കേഷനാണ്. ഇത് രണ്ടിൽ നിന്നും വളരെ വ്യത്യസ്തപരമാണ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇത് ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ എല്ലാം ഡിഫറൻസ് പറയും. സോ അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഏതൊക്കെ ആൾക്കാരാണ് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതൊക്കെ കുറച്ചുകൂടി ക്ലിയർ ആവും. സോ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്താണെന്ന് നോക്കാം. ഓൾ ദ എക്സ്പീരിയൻസ് ഗെയിൻഡ് ബൈ എ ചൈൽഡ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഡ്യൂറിങ് ലൈഫ് ടൈം ഓർ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ. സോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കുട്ടി പ്ലേ സ്കൂളിൽ ചെന്നതിന് ശേഷം കിട്ടുന്നത് മാത്രമല്ല അവൻ്റെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അവൻ അതിനു മുമ്പും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടാണ് അവൻ പോകുന്നത്. അതായത് ലൈഫ് ടൈം അല്ലെങ്കിൽ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് അവന് കിട്ടുന്ന എഡ്യൂക്കേഷനെയാണ് നമുക്ക് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയാം. സോ ഒരു കുട്ടി ഒരു 3 വയസ്സ് 4 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഫ്ലുവൻ്റ് ആയിട്ട് അവൻ്റെ മദർ ടങ്ങിൽ സംസാരിക്കുമല്ലേ. സോ അത് ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ നോർമലി ബേസിക്കലി അച്ഛ അമ്മ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമെങ്കിലും ബാക്കിയുള്ള എല്ലാം എന്താണ്, അവൻ മറ്റുള്ളവരുമായിട്ട് ഇടപഴകി അവൻ്റെ ലൈഫ് എക്സ്പീരിയൻസിലൂടെ കിട്ടുന്ന എഡ്യൂക്കേഷനാണ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നത്. സോ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എഡ്യൂക്കേഷനാണ് നമ്മൾ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. Example, the education provided by family, community or media is called informal education. So informal education എന്ന് പറയുന്നത് അവൻ്റെ ജീവിത ലൈഫ് ടൈമിൽ കിട്ടുന്നതാണ്. മറ്റ്
നോൺ ഫോമൽ വെച്ച് നോക്കുമ്പോൾ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പം ഇതിനൊരു ഫിക്സഡ് ടൈം ഇല്ല. ഇത് ലൈഫ് ലോങ് നമുക്ക് കിട്ടുന്നതാണ്. ഒരു നമ്മൾ മരിക്കുന്നത് വരെ നമുക്ക് ഒരാളിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് എന്ത് കിട്ടിക്കൊണ്ടിരിക്കും? ഇൻഫോർമലായിട്ടുള്ള ഓരോ കാര്യങ്ങൾ, ഓരോ അറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കും. സോ അങ്ങനെയുള്ള രീതിയിലുള്ള എഡ്യൂക്കേഷനെയാണ് നമ്മൾ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നൈദർ പ്രീ പ്ലാൻഡ് നോർ ഡെലിബറേറ്റ്. ഇതൊരു പ്രീ പ്ലാൻഡും അല്ല, ഡെലിബറേറ്റും അല്ല. നമ്മൾ വേണമെന്ന് വിചാരിച്ച് പഠിക്കുന്നതല്ല. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് അക്വയർ ചെയ്യുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ നൈദർ പ്രീ പ്ലാൻ നോർ ഡെലിബറേറ്റ് ആണ്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ആർ നൈദർ ഫിക്സഡ് നോർ ഫോർമലൈസ്ഡ്. ഫിക്സഡും അല്ല, അതുകൊണ്ട് തന്നെ ഒരു ഫോർമലായിട്ടുള്ള രീതിയിലല്ല പഠിക്കുക. അല്ലെങ്കിൽ ഒരു കുട്ടിയെ അമ്മ വിളിച്ചിട്ട് നമുക്ക് ഇന്ന് കുറച്ച് വാല്യൂസിനെ കുറിച്ച് പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഇന്ന് മദർ ടങ്ങിൽ സംസാരിക്കുന്ന അങ്ങനെയൊന്നും അല്ല. അവരെന്താണ് ഇൻട്രാക്ഷനിലൂടെയും സോഷ്യലി ഇൻട്രാക്ട് ചെയ്തുകൊണ്ടും അക്യൂർ ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ഒരിക്കലും ഫിക്സഡ് ആയിട്ടുള്ളൊരു കരിക്കുലോ അല്ലെങ്കിൽ ഫോർമലൈസ്ഡ് രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ അല്ല ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ഈച്ച് ഫാമിലി പ്രൊവൈഡ് എക്സ്പീരിയൻസ് ടു എനേബിൾ ദ child to learn its custom, tradition, belief, attitude, values, but this differ from one family to another. So ഒരു കുട്ടിക്ക് എന്നല്ല, ഒരു ഫാമിലിയുടെ കസ്റ്റം അല്ലെങ്കിൽ വാല്യൂസ് അല്ലെങ്കിൽ ബിലീഫ് ആയിരിക്കത്തില്ല മറ്റുള്ളവർക്ക്. സോ അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. അതുകൊണ്ട് തന്നെ ഓരോ ഇൻഡിവിജ്വലിനും കിട്ടുന്ന ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വ്യത്യസ്ത തരമായിരിക്കും. As informal education in a family is hidden in love and hate, etc. of the family members of the individual continuously learn to respond to this according to accepted norms of family. So ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻസ് ഓഫ് ബൗണ്ടറി വാൾസ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്കൂളെന്ന് പറയുന്നത് എന്താണ്, ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നൊരു മതിൽക്കെട്ടുണ്ട്. സോ ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല. ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആണ്. കുട്ടിക്ക് സ്വതന്ത്രമായിട്ട് അക്വയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ അവന് സ്കൂളിൽ നിന്ന് പഠിക്കുന്ന കാര്യം അതിൽ കൂടുതൽ അവന് പഠിക്കണമെന്ന് തോന്നി. സോ അവന് എന്ത് ചെയ്യാം? മീഡിയ യൂസ് ചെയ്യാം, ഗൂഗിൾ ചെയ്ത് നോക്കി പല കാര്യങ്ങളും പഠിക്കാം. സോ അങ്ങനെയുള്ള രീതിയിൽ മീഡിയാസ് ഉപയോഗിച്ചുകൊണ്ട് അവൻ സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അക്വയർ ചെയ്യുന്നു. സോ അതിനെയൊക്കെ നമുക്ക് എന്താ പറയുക, ഇൻഫോർമൽ രീതിയിൽ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഓഫ് ബൗണ്ടറി വാൾസ് ആണ്. ഇനി അതുപോലെ തന്നെ ഇറ്റ് ഹാസ് നോ ഡെഫിനിറ്റ് സിലബസ്. കറക്റ്റ് ഒരു സിലബസ് ഉണ്ടായിരിക്കത്തില്ല. നോട്ട് പ്രീ പ്ലാൻ ആൻഡ് ഹാസ് നോ ടൈം ടേബിൾ. സോ ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. നോ ഫീസ് ആർ റിക്വയർഡ് ആസ് വി ഗെറ്റ് ഇൻഫർമേഷൻ ഇൻഫോർമൽ ത്രൂ ഡെയിലി എക്സ്പീരിയൻസ് ആൻഡ് ബൈ ലേണിംഗ് ന്യൂ തിങ്സ്. സോ ഫീസോ ഇത് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഇറ്റ്സ് എ ലൈഫ് ലോങ് പ്രോസസ് ഇൻ എ നാച്ചുറൽ വേ. നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന, അതുപോലെ തന്നെ ലൈഫ് ലോങ് ഉള്ള പ്രോസസ്സാണ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. യു ക്യാൻ ഗെറ്റ് ഫ്രം എനി സോഴ്സസ് സച്ച് എസ് മീഡിയ, ലൈഫ് എക്സ്പീരിയൻസ്, ഫ്രണ്ട്സ്, ഫാമിലി. സോ ഇങ്ങനെയുള്ള രീതിയിലെല്ലാം കിട്ടുന്ന ഇൻഫർമേഷൻസിന് അല്ലെങ്കിൽ എഡ്യൂക്കേഷനെ നമ്മൾ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ നോൺ ഫോർമൽ, ഇൻഫോർമൽ ആൻഡ് ഫോർമൽ എഡ്യൂക്കേഷൻ. ഇനി നമുക്ക് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്താണെന്ന് നോക്കാം. The word extension is derived from the Latin root tensio meaning stretching out and ex meaning out. Extension education എന്ന് കേൾക്കുമ്പം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത്. എക്സ് എന്ന് പറയുന്നത് ഔട്ട് എന്നും ടെൻസിയോ എന്ന് പറയുന്നത് സ്ട്രെച്ചിങ് ഔട്ട് എന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സ്ട്രെച്ചിങ് ഔട്ട്. ദ ടേം എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ മീൻസ് ദാറ്റ് എ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ വിച്ച് is stretched out into the villages and field beyond the limits of schools and college to which formal type of education is normally confined. അതായത് സ്ട്രെച്ചിങ് ഔട്ട്, അതായത് ഒരു നോർമൽ സ്കൂൾ അല്ലാതെ, അല്ലെങ്കിൽ നോർമൽ സ്കൂൾ അല്ലെങ്കിൽ ഒരു കോളേജിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ അല്ല ഈ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇത് റൂറൽ ഏരിയാസ് അല്ലെങ്കിൽ വില്ലേജസ് അല്ലെങ്കിൽ ഫാമേഴ്സിന് വേണ്ടി കൊടുക്കുന്ന എഡ്യൂക്കേഷനെയാണ് നമ്മൾ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്കൂൾ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്നും അറിയപ്പെടുന്നത് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷനാണ്. സോ ഈ റൂറൽ ഏരിയാസിലുള്ള വില്ലേജസ് അല്ലെങ്കിൽ ഫാമേഴ്സിന് നമുക്ക് കൊടുക്കുന്ന ഇതാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഒരു റൂറൽ ഏരിയാസിൽ പോയി നമുക്കിന്ന് അരിത്മെറ്റിക് പ്രോഗ്രഷൻ പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഫിസിക്സ് പഠിക്കാം. സോ അങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ട് അവർക്ക് കാര്യമില്ല, അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് എന്താണ്, അവരുടെ പ്രോബ്ലമായിട്ട് റിലേറ്റ്, കൃഷിയുടെ പ്രോബ്ലം അല്ലെങ്കിൽ ഇറിഗേഷനുമായിട്ടുള്ള പ്രോബ്ലം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി. സോ അതിനുള്ള
ടീച്ചിങ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന രീതിയാണ് നമ്മൾ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് സ്ട്രെച്ചിങ് ഔട്ട് ഇൻ ടു ദ വില്ലേജ് ആൻഡ് ഫീൽഡ് ബിയോണ്ട് ദ ലിമിറ്റ്സ് ഓഫ് സ്കൂൾസ്. ദ വേർഡ് ഡിറൈവ് ഫ്രം ലാറ്റിൻ വേർഡാണ്. ഔട്ട് ഓഫ് സ്കൂൾ സിസ്റ്റം എന്നറിയപ്പെടുന്ന എഡ്യൂക്കേഷൻ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷനാണ്. Extension education is the act of putting across to the people in an understandable manner new ideas and improved technology of practical utility and to enable them to put them into practices so as to improve the general standard of living through their own realization and efforts. So extension educationലൂടെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ പുതിയ പുതിയ ടെക്നോളജീസ്, പണ്ട് കാലങ്ങളിൽ ഫാമേഴ്സൊക്കെ കൃഷിക്ക് നില ഉഴുതാനൊക്കെ ഉള്ള കാർഡ്സൊക്കെ ഉപയോഗിച്ചിരുന്നു. സോ അപ്പോൾ അതൊക്കെ ടെക്നോളജി ഇമ്പ്രൂവ് ആയപ്പോഴത്തേക്ക് അതെല്ലാം മാറി. അപ്പോൾ ട്രാക്ടേഴ്സ് കൊണ്ടുവന്നു. സോ അപ്പോൾ ആ ട്രാക്ടേഴ്സ് എങ്ങനെ യൂസ് ചെയ്യാം, അവർക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്തു തുടങ്ങി. സോ അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്ത് അവർക്ക് അവരുടെ ജനറൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ള രീതിയിലുള്ള കൊടുക്കുന്നതാണ് നമ്മൾ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തൊരു ഡെഫിനിഷനാണ് പറയുന്നത്, എഡ്യൂക്കേഷണൽ പ്രോസസ് ടു പ്രൊവൈഡ് നോളജ് ടു ദ റൂറൽ പീപ്പിൾ അബൌട്ട് ദ ഇംപ്രൂവ്ഡ് പ്രാക്ടീസസ് ഇൻ എ കൺവിൻസിങ് മാനർ ആൻഡ് ടു ഹെൽപ്പ് ദം ടു ടേക്ക് ഡിസിഷൻ വിത്തിൻ ദ സ്പെസിഫിക് ലോക്കൽ കണ്ടീഷൻസ്. സോ ഇതൊരു ഡെഫിനിഷനാണ് പറഞ്ഞത്. ഒരു എഡ്യൂക്കേഷണൽ പ്രോസസ്സാണ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇത് റൂറൽ പീപ്പിൾസിന് നോളജ് പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ അവർ ചെയ്യുന്ന പ്രാക്ടീസസിൽ പുതിയ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നത് അവർ കുറച്ചുകൂടെ മനസ്സിലാക്കിയെടുക്കുക, അല്ലെങ്കിൽ അവർക്ക് അതിലൂടെ അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവുകൾ അല്ലെങ്കിൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടുള്ള ടീച്ചിങ് കൊടുക്കുക അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിനാണ് നമ്മൾ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എക്സ്റ്റൻഷൻ ഈസ് പ്രൈമർലി ആൻ എഡ്യൂക്കേഷണൽ പ്രോസസ് എയിം അറ്റ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ. It is an out-of-school system of education in which adults and young people learn by doing. So ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, ഔട്ട് ഓഫ് സ്കൂൾ സിസ്റ്റമാണ്. അതുപോലെ തന്നെ അഡൾട്ടിനും അതുപോലെ തന്നെ പുതു തലമുറകൾക്ക് ഒരുപോലെ പറ്റുന്നതും അതുപോലെ പ്രായമായവർക്കും പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷനാണ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നോർമൽ ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ പോലെ കുറേ തിയറീസ് പഠിപ്പിച്ചിട്ട് അതിൽ നിന്ന് പ്രാക്ടിക്കലല്ല പോകുന്നത്. ഇവിടെ എന്ന് പറയുക എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്താണ്, ലേൺ ബൈ ഡൂയിങ്. അവരെ ചെയ്യിച്ചു കൊണ്ടാണത് പഠിപ്പിച്ചെടുക്കുന്നത്. ഓരോ കാര്യങ്ങൾ, പുതിയ വാട്ടർ ഫെസിലിറ്റീസ്, കുഴൽ കിണർ കുഴിക്കുന്നത്, സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യും, അവരത് ചെയ്യാനുള്ള സ്കിൽസ് ഡെവലപ്പ് അല്ലെങ്കിൽ ലേൺ ബൈ ഡൂയിങ് എന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റൻഷൻ ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഡിസൈൻ ടു മേക്ക് ദ റൂറൽ പീപ്പിൾ അവെയർ ഓഫ് ദ പ്രോബ്ലംസ് ആൻഡ് ഇൻഡിക്കേറ്റ് ടു ദം ദ വേസ് ആൻഡ് മീൻസ് ബൈ വിച്ച് ദേ ക്യാൻ സോൾവ്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. റൂറൽ പീപ്പിൾസിന് ആ പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്ത് അതിന് സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാണ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഫാദർ ഓഫ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് JP ലീഗൻസ് ആണ്. പക്ഷേ ഫാദർ ഓഫ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ അത് KN സിംഗ് ആണ്. സോ ഫാദർ ഓഫ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ഇസ് JP ലീഗൻസ് ആൻഡ് ഫാദർ ഓഫ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഇസ് KN സിംഗ്. ഇനി അടുത്തത് നീഡ്സ് ഓഫ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ആണ് പറയുന്നത്. ടു അസിസ്റ്റ് പീപ്പിൾ ടു ഡിസ്കവർ ആൻഡ് അനലൈസ് ദെയർ പ്രോബ്ലം ആൻഡ് ഐഡൻറ്റിഫൈ ദെയർ ഫെൽറ്റ് നീഡ്സ്. സോ ഫെൽറ്റ് നീഡ്സ്, അതായത് ഫസ്റ്റ് നീഡ് എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ എന്താണ്, റൂറൽ പീപ്പിൾസിലെ അല്ലെങ്കിൽ റൂറൽ ജനതയെ അസിസ്റ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയാണ്, പുതിയ ഒരു പ്രോബ്ലത്തിനുള്ള പുതിയ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ആ പ്രോബ്ലം എങ്ങനെ വന്നു എന്ന് കണ്ടുപിടിക്കുക. സോ അതുകൊണ്ട് തന്നെ ഐഡൻറ്റിഫൈ ദ ഫെൽറ്റ്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് അവരുടെ നീഡ് എന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക. അതാണ് ഫസ്റ്റ് നീഡെന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഒരു ടോപ്പിക് ആയിരിക്കത്തില്ല. നമ്മുടെ ആ അവരുടെ ആവശ്യം എന്താണോ ആ ആവശ്യത്തിനനുസരിച്ച് അവരെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നീഡ് ഓഫ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ പറയുന്ന. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഒരു ഏരിയയിൽ ഇപ്പോൾ വെള്ളക്ഷാമമാണെന്ന് വിചാരിച്ചു, കുടിവെള്ളത്തിൻ്റെ ക്ഷാമമാണ്. പക്ഷെ എന്നാൽ മറ്റൊരു ഏരിയയിൽ എന്ന് പറയുന്നത് എന്താണ് മൊസ്കിറ്റോസിൻ്റെ ശല്യം അങ്ങനെയുള്ളൊരു ഇതാണെന്ന് വിചാരിച്ചു. സോ അപ്പം അവിടെ
എന്താണ് നമ്മുടെ നീഡ് എന്താണോ അതിനനുസരിച്ചുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള എഡ്യൂക്കേഷനാണ് കൊടുക്കേണ്ടത്. സോ അപ്പോൾ അവർക്ക് ഈ വെള്ളമില്ലാത്തവർക്ക് എന്ത് ചെയ്യാം, അതിനായിട്ടുള്ള മഴവെള്ള സംഭരണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക. സോ അപ്പോൾ നീഡിനനുസരിച്ച് ക്ലാസ് പ്രൊവൈഡ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ആ പ്രോബ്ലം അനലൈസ് ചെയ്യാൻ അവർക്ക് അസിസ്റ്റൻസ് കൊടുക്കുക. ഇതാണ് ഫസ്റ്റ് നീഡ് എന്ന് പറയുന്നത്. സെക്കൻഡ്, ടു ഡെവലപ്പ് ലീഡർഷിപ്പ് എമംഗ് പീപ്പിൾ ആൻഡ് ഹെൽപ്പ് ദം ഇൻ ഓർഗനൈസിങ് ഗ്രൂപ്പ്സ് ടു സോൾവ് ദെയർ പ്രോബ്ലംസ്. ഇനി എന്തെന്ന് പറയുന്നത്, നമുക്കറിയാം ഓരോ ഗ്രാമങ്ങളിൽ ചെന്ന് വേണം എന്ത് ചെയ്യേണ്ടത്, ഈ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്. സോ അതുകൊണ്ട് തന്നെ അതിൽ പുറത്തു നിന്നൊരു എക്സ്റ്റൻഷൻ ഓഫീസർ വന്ന് അവരെ ക്ലാസ് എടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ ലോക്കൽ ലീഡേഴ്സിനെ സെലക്ട് ചെയ്യും. സോ അവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ്ഡ്, അല്ലെങ്കിൽ അവരുടെ ഒരു സഹായത്തോടു കൂടി, അല്ലെങ്കിൽ അവർക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റീസ് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ നടത്താം. ഹെൽപ്പ് ദം ഇൻ ഓർഗനൈസിങ് ഗ്രൂപ്പ് ടു സോൾവ് ദെയർ പ്രോബ്ലം. തേർഡ്, എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ഇസ് ടു ടീച്ച് പീപ്പിൾ ഹൗ ടു തിങ്ക്, നോട്ട് വാട്ട് ടു തിങ്ക്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ്റെ ഒരു ഫിലോസഫിയുടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം, പക്ഷേ എന്നാൽ ജസ്റ്റ് ഒരു ഫിലോസഫിയാണ് ഇവിടെ പറയുന്നത്. എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷനിൽ നമ്മൾ റൂറൽ പഠിക്കുന്നത് വാട്ട് ടു തിങ്ക്, എന്ത് തിങ്ക് ചെയ്യണമെന്നല്ല പഠിക്കേണ്ടത്, എങ്ങനെ തിങ്ക് ചെയ്യാം എന്നുള്ള കാര്യമാണ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷനിലൂടെ പഠിപ്പിക്കുന്നത്. So, to teach people how to think, not what to think. Fourth, to assist people in mobilizing and utilizing the resources which they have and which is they need from outside. അതുപോലെ തന്നെ റിസോഴ്സസ് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് എങ്ങനെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, നമ്മുടെ നീഡിനനുസരിച്ച് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളെല്ലാം അസിസ്റ്റ് ചെയ്യുക. ഫിഫ്ത്ത് വൺ, ടു കളക്ട് ആൻഡ് ട്രാൻസ്മിറ്റ് ഫീഡ്ബാക്ക് ഇൻഫർമേഷൻ ഫോർ സോൾവിങ് മാനേജ്മെൻറ്റ് പ്രോബ്ലംസ്. അതുപോലെ തന്നെ ഈ വില്ലേജസിൽ നിന്ന് അവരുടെ ഫീഡ്ബാക്കുകളും ഇതെല്ലാം കളക്ട് ചെയ്യണം. എന്തിനു വേണ്ടി? അത് മാനേജ്മെൻറ്റ് പ്രോബ്ലം, ഇവർക്ക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഹയർ അതോറിറ്റീസിനെ അറിയിച്ചുകൊണ്ട് വേണം അവർക്ക് അതിനായിട്ടുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരേണ്ടത്. ഫോർത്ത് വൺ ഇസ് ടു ഡിസെമിനേറ്റ് റിസർച്ച് ഇൻഫർമേഷൻ ഓഫ് എക്കണോമിക് പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻറ്റ് ഇൻ എ വേ. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് റൈസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യാം, പുതിയ റിസർച്ചുകൾ, പുതിയ കണ്ടുപിടുത്തങ്ങൾ, ഇങ്ങനെ ഒരു പ്രോബ്ലത്തിൽ നിന്ന് അതിൻ്റെ സൊല്യൂഷൻസ് അതിന് വേണ്ടി റിസർച്ച് ചെയ്ത് ഇൻഫർമേഷൻസ് കണ്ടുപിടിക്കാം. സോ ഇത്രയാണ് നമ്മൾ നീഡ്സ് ഓഫ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ പറയുന്നത്. സോ ഇനി അടുത്ത് നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ പറയാം. ഇത് കണ്ട് പേടിക്കേണ്ട, സിമ്പിളാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. എക്സ്റ്റൻഷൻ വർക്ക് മസ്റ്റ് ബി ബേസ്ഡ് ഓൺ ദ നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് പീപ്പിൾ. Always program must be developed according to needs and interest. These needs differ from individual to individual, from village to village, from block to block. There cannot be one program for all people. So ഫസ്റ്റ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നീഡ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഓരോ വില്ലേജിനും പല പ്രത്യേക തരം പ്രോബ്ലംസ് ആയിരിക്കും. സോ അപ്പോൾ ആ പ്രോബ്ലം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം അതിനുള്ള സൊല്യൂഷൻസ് അല്ലെങ്കിൽ അതിന് വേണ്ട ടീച്ചിങ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു പ്രോഗ്രാം തന്നെ എല്ലാ വില്ലേജിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ നീഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിനനുസരിച്ചായിരിക്കും എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ, നീഡ് ആൻഡ് ഇൻട്രസ്റ്റ്. സെക്കൻഡ് ഇസ് പ്രിൻസിപ്പിൾ ഓഫ് കൾച്ചറൽ ഡിഫറൻസ് ഇൻ കൾച്ചറൽ ഓൾവേസ് ബീങ് ദെയർ ബിറ്റ്വീൻ എക്സ്റ്റൻഷൻ വർക്കർ ആൻഡ് റൂറൽ പീപ്പിൾ ആൻഡ് സക്സസസ് വെൻ എക്സ്റ്റൻഷൻ പ്രൊഫഷണൽ ഹാസ് ടു നോ ദ ലെവൽ ഓഫ് നോളജ് ആൻഡ് ദ സ്കിൽസ് ഓഫ് ദ പീപ്പിൾ, മെത്തേഡ്സ് ആൻഡ് ടുവേർഡ്സ് യൂസ്ഡ് ബൈ ദം, ദെയർ കസ്റ്റംസ്, ട്രഡീഷൻ. സോ ഒരു കൾച്ചറൽ ഡിഫറൻസ് എപ്പോഴും കാണാമല്ലേ. ഒരു എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുമ്പോൾ അയാൾ പുറത്ത് നിന്ന് വരുന്ന ഒരാളാണ്. സോ അയാൾ ആ വില്ലേജിൽ എത്തുക എന്ന് പറയുമ്പോൾ അവരുമായിട്ട് ഒരുപാട് കൾച്ചറലി ഡിഫറൻസ് ഉണ്ടാകും. സോ ഒരു നല്ലൊരു എക്സ്റ്റൻഷൻ്റെ സക്സസ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം, ആ എക്സ്റ്റൻഷൻ ഓഫീസർ അവരുടെ വാല്യൂസ് അല്ലെങ്കിൽ അവരുടെ കസ്റ്റംസ് എന്താണ്, അവരുടെ രീതികൾ എന്താണ് എന്നുള്ളത് തിരിച്ചറിയണം. സോ അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പിൾ ഓഫ് കൾച്ചറൽ ഡിഫറൻസസ് എന്ന് പറയാം. പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രാസ് റൂട്ട് ലെവൽ ഓർഗനൈസേഷൻ ആണ്. എ ഗ്രൂപ്പ് ഓഫ് റൂറൽ പീപ്പിൾ ഇൻ ലോക്കൽ കമ്മ്യൂണിറ്റി ഷുഡ് സ്പോൺസേർഡ് ഫോർ എക്സ്റ്റൻഷൻ വർക്ക്. ദേ വർക്ക് വിത്ത് ദ ലോക്കൽ കമ്മ്യൂണിറ്റി സോ ദാറ്റ് ദ പ്രോഗ്രാം ഷുഡ് ഫിറ്റ് ഇൻ വിത്ത് ലോക്കൽ കണ്ടീഷൻ. സോ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രാസ് റൂട്ട് ലെവൽ ഓർഗനൈസേഷൻ ആണ്. അതായത് ഗ്രൂപ്പ് ഓഫ് ആ ഏരിയാസിൽ അല്ലെങ്കിൽ ആ വില്ലേജിലുള്ള വ്യക്തികളുടെ പ്രോബ്ലംസ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കോമൺ ആയിട്ടുള്ള പ്രോബ്ലമാണ് എടുത്ത് പഠിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടുത്തെ ലോക്കൽ കണ്ടീഷൻ, നമ്മൾ കൊടുക്കുന്ന എഡ്യൂക്കേഷൻ എന്താണ്, അവിടുത്തെ ലോക്കൽ കണ്ടീഷനുമായിട്ട് ഫിറ്റ് ചെയ്യുന്നുള്ള രീതിയിലായിരിക്കണം.
The aim of organizing the local group is to demonstrate the value of new practices or program so that more and more people would participate. So grassroots ലെവലിൽ നിന്ന് നമ്മൾ തുടങ്ങിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ബാക്കിയുള്ള ആൾക്കാർ അതിലോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തുള്ളൂ. നമ്മൾ അവിടെ ചെന്ന് ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ലീഡറിനെ സെലക്ട് ചെയ്ത് അവരിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, കൂടുതൽ ആൾക്കാരെ ഇതിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ഗ്രാസ് റൂട്ട് ലെവൽ ഓർഗനൈസേഷനാണ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. തേർഡ് ഇസ് പ്രിൻസിപ്പിൾ ഓഫ് കോർപ്പറേഷൻ ആൻഡ് പീപ്പിൾ പാർട്ടിസിപ്പേഷൻ. സോ ഒരു വില്ലേജിൽ ചെന്നിട്ട് അവിടെയുള്ള വ്യക്തികളാരും ഞങ്ങൾ ഇതിലൊന്നും ചെയ്യില്ല, ഞങ്ങൾക്ക് ഇതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ആ ഒരു എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്തായിപ്പോവും, ഫെയിലിയർ ആയിപ്പോവും, സക്സസ് ആവില്ല. സോ അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ കോർപ്പറേഷൻ അല്ലെങ്കിൽ അവരുടെ പാർട്ടിസിപ്പേഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എക്സ്റ്റൻഷൻ ഇസ് എ കോപ്പറേറ്റീവ് വെഞ്ചർ. ദ ഫസ്റ്റ് ടാസ്ക് ഓഫ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ഇസ് ദ കോപ്പറേഷൻ ഓഫ് പീപ്പിൾ ആൻഡ് ദെയർ പാർട്ടിസിപ്പേഷൻ. നെക്സ്റ്റ് ഇസ് പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് ബൈ ഡൂയിങ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ഇത് ഫോർമൽ എഡ്യൂക്കേഷൻ പോലെ നമ്മൾ ഒരു തിയറി നിന്ന് അവരെ പഠിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. അവരുടെ പ്രോബ്ലം എന്താണോ അതിനനുസരിച്ച് ഉള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ അത് ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ലേണിംഗ് ബൈ ഡൂയിങ്, ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് അടുത്തൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ലേണിംഗ് ബൈ ഡൂയിങ്. നെക്സ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ഇത് പ്രിൻസിപ്പിൾസ് ഓഫ് ട്രെയിൻഡ് സ്പെഷ്യലിസ്റ്റ് ആണ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ദാറ്റ് എക്സ്റ്റെൻസീവ് പേഴ്സണൽ ഷുഡ് ബി നോട്ട് ഏബിൾ അബൌട്ട് ഓൾ പ്രോബ്ലംസ്. ഇനി അടുത്തൊരു ഇതാണ് പറയുന്നത്, എല്ലാ ട്രെയിൻഡ് സ്പെഷ്യലിസ്റ്റ് എന്ന് വെച്ചാൽ ഓരോ വില്ലേജസിനും പല തരത്തിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ നോളജും ഒരു എക്സ്റ്റൻഷൻ ഓഫീസർക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാം, ട്രെയിൻഡ് ആയിട്ടുള്ള വ്യക്തികൾ ആയിരിക്കും. ഓരോ പ്രോബ്ലം എന്താണോ അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റിനെ വേണം ആ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷന് പോകേണ്ടത്. ഈ പ്രിൻസിപ്പിൾ ഓഫ് അഡാപ്റ്റബിലിറ്റി ഇൻ യൂസ് ഓഫ് എക്സ്റ്റൻഷൻ ടീച്ചിങ് മെത്തേഡ്, അതായത് നമ്മൾ അവർ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത് അഡാപ്റ്റബിൾ ആയിരിക്കണം. ഒരു ഏരിയയിൽ അവർക്ക് അഡാപ്റ്റ് ആവാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ് വേണം യൂസ് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ചെന്നിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് എന്തില്ല, അവിടെ നെറ്റ്വർക്കോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു ഏരിയ ആണെങ്കിൽ അവർക്ക് ആ ഒരു ടീച്ചിങ് മെത്തേഡ് കൊടുത്തിട്ട് കാര്യമില്ല. സോ അങ്ങനെയുള്ള ഏരിയാസിൽ നമ്മൾ പോസ്റ്റേഴ്സ്, പാംപ്ലെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫ്ലാഷ് കാർഡ്, സോ അങ്ങനെയുള്ളതൊക്കെ കൊടുത്ത് അവരെ ഇതാണ്. സോ അപ്പം നമ്മുടെ ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അഡാപ്റ്റബിൾ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിരിക്കണം അവരുടെ കണ്ടീഷൻ അനുസരിച്ച്. എക്സ്റ്റൻഷൻ പ്രോഗ്രാം ഷുഡ് ബി ഫ്ലെക്സിബിൾ സോ ദാറ്റ് നെസസറി ചേഞ്ചസ് ക്യാൻ ബി മെയ്ഡ് വെൻ എവർ നീഡഡ് ടു മീറ്റ് ദ വേരിയിങ് കണ്ടീഷൻ. നെക്സ്റ്റ് ഇസ് പ്രിൻസിപ്പിൾ ഓഫ് ലീഡർഷിപ്പ് ആണ്. എക്സ്റ്റൻഷൻ വർക്ക് ഇസ് ബേസ്ഡ് ഓൺ ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് ലോക്കൽ ലീഡർഷിപ്പ്. സെലക്ഷൻ ഓഫ് ലോക്കൽ ലീഡർ ഇസ് നെസസറി. സോ നമ്മൾ നേരത്തെ പറഞ്ഞു, എക്സ്റ്റൻഷൻ സക്സസ് ആവണമെങ്കിൽ അവിടെയുള്ള ലോക്കൽ ലീഡേഴ്സിനെ തിരഞ്ഞെടുത്ത് അവർ വഴിയാണ് ഇത് കൂടുതൽ സക്സസ് ആവുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഹോൾ ഫാമിലി. മോർ സക്സസ് വെൻ ഗിവൺ ടു ഹോൾ ഫാമിലി ഇൻസ്റ്റീഡ് ഓഫ് പീസ് മീൽ അപ്രോച്ച് ഓർ സെപ്പറേറ്റ് അപ്രോച്ച്. ഇത് ഒരു ഫാമിലി മൊത്തത്തിലുള്ളവർക്ക് ഉള്ള എഡ്യൂക്കേഷൻ ആയിട്ട് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ സക്സസ് ആവുന്നത്. അല്ലാതെ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഗൃഹനാഥനെ മാത്രം വിളിച്ചിട്ടുള്ളൊരു കോഴ്സ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും കുറച്ചുകൂടെ എഫക്റ്റീവ് ആവുന്നത് ആ ഒരു ഫാമിലി മൊത്തത്തിൽ ഈ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നതാണ്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഇവാലുവേഷൻ ആണ്. എക്സ്റ്റൻഷൻ ഈസ് ബേസ്ഡ് അപ്പോൺ ദ മെത്തേഡ് ഓഫ് സയൻസ് ആൻഡ് ഇറ്റ് നീഡ് കോൺസ്റ്റൻറ്റ് ഇവാലുവേഷൻ. നമ്മൾ ചുമ്മാ അവർക്ക് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ കൊടുത്താൽ പോരാ, അതെന്ത് ചെയ്യണം, കോൺസ്റ്റൻ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. ഇത് സക്സസ് ആവുന്നുണ്ടോ, അവരിത് അഡാപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവാലുവേറ്റ് ചെയ്യണം. ഇനി പ്രിൻസിപ്പിൾ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. സോ ഇനി ഈ ഒരു എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ്റെ ഫൈനൽ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ആ ഫാമേഴ്സ് അല്ലെങ്കിൽ അവരുടെ സാറ്റിസ്ഫാക്ഷനാണ്. അവർ അതിലൂടെ അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പഠിച്ചോ, അവർക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രിൻസിപ്പിൾ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. സോ അതുണ്ടെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ വർക്ക് സക്സസ് ആവും. ദ എൻഡ് പ്രോഡക്റ്റ് ഓഫ് ദ എഫേർട്ട് ഓഫ് എക്സ്റ്റൻഷൻ teaching is satisfaction that comes to the farmer and his family member as a result of solving problem, meeting needs, acquiring new skills or some other changes in behavior. Satisfaction is the key to success in extension work. Next is principle of indigenous knowledge. People everywhere have indigenous knowledge system which they have developed through generation of work experience and a problem solving in their own specific situation. So indigenous ആയിട്ടുള്ള അവരുടെ ഏരിയയിലുള്ള കാര്യങ്ങളെക്കുറിച്ച്, ഇപ്പോൾ നമ്മളൊരു ട്രൈബൽ ഏരിയാസിൽ പോവുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, അവിടെയുള്ള കാര്യങ്ങളൊന്നും പല കാര്യങ്ങളും അറിയത്തില്ലായിരിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, അവരുടെ കസ്റ്റംസ്, അവരുടെ കാര്യം അവർക്ക് അത് ജനറേഷൻസ് അല്ലെങ്കിൽ അവരുടെ വർക്ക് എക്സ്പീരിയൻസിലൂടെ അവർ
അക്യൂർ ചെയ്ത കാര്യങ്ങളായിരിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യണം. അതിനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ അകത്ത് വരുന്ന പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്ത് കൊടുക്കണം. സോ ഇത്രയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ ഇനി ഇതിൽ നമുക്ക് ഫിലോസഫി, എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ്റെ ഫിലോസഫി മാത്രമേ ഉള്ളൂ. സോ അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മൾ അടുത്തത് ഡിഫറൻസസ് ആണ് നോക്കുന്നത്. ഒരു ഫോർമൽ എഡ്യൂക്കേഷനും എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷനും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് പറയുന്നത്. സിലബസിലുള്ളതാണ്. ഇനി ഫോർമൽ എഡ്യൂക്കേഷൻ starts from a theoretical or conceptual framework and leads to practical or actual field. ഫോർമൽ എഡ്യൂക്കേഷൻ നമുക്കറിയാം അല്ലെ, കുട്ടികൾ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം ഒരു എന്ത് കാര്യമാണെങ്കിലും അവർ ആദ്യം തിയററ്റിക്കലി നമ്മൾ പഠിപ്പിക്കുന്നത്. ഇതാണ് ഫോട്ടോസിന്തസിസ്, അല്ലെങ്കിൽ ഓരോ തിയറീസ് നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ്, കോൺസെപ്റ്റ് പറഞ്ഞു കൊടുത്തിട്ടാണ് പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ചിലതിൽ നമുക്ക് പ്രാക്ടിക്കലി ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും, ചിലത് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. സോ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു തിയററ്റിക്കൽ ബേസിൽ നിന്ന് പ്രാക്ടിക്കൽ ബേസിലോട്ട് പോകുന്നതാണ്. പക്ഷേ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എങ്ങനെയാണ്, അത് പ്രാക്ടിക്കൽ ഫീൽഡിൽ നിന്ന് അല്ലെങ്കിൽ പ്രോബ്ലം ഓറിയൻറ്റഡ് ആണ്. പ്രാക്ടിക്കലിൽ നിന്നാണ് എന്ത് പോകുന്നത്, ഡെവലപ്ഡ് ഇൻറ്റു തിയററ്റിക്കൽ. പ്രാക്ടിക്കൽ നമ്മൾ പറഞ്ഞു കൊടുത്ത് ആ പ്രോബ്ലത്തിനുള്ള പ്രോബ്ലം സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ തിയറി ഒന്ന് ഇതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കാം. എന്നാൽ ഇത് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷന് ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് വെച്ചാൽ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. സെക്കൻഡ് ഈസ് ദർ ഇസ് എ ഫിക്സഡ് ഓർ പ്രീ ഡിസൈഡഡ് കരിക്കുലം. ഫോർമൽ എഡ്യൂക്കേഷന് ഒരു കരിക്കുലം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ ഇത്രയും പഠിക്കണം എന്നൊക്കെയുള്ള നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ആകുമ്പോൾ എന്താണ്, ദർ ഇസ് നോ ഫിക്സഡ് കരിക്കുലം. ഇറ്റ് ഹാസ് ഓൾസോ പോസിബിൾ ഫ്ലെക്സിബിലിറ്റീസ് ഡിപ്പെൻഡിങ് ഓൺ ദ നീഡ്സ് ഓഫ് ദ ലേണർ. സോ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കരിക്കുലംസ് ഒന്നും ഫിക്സ് ചെയ്തിട്ടുള്ള കരിക്കുലം ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിൾസിൽ പറഞ്ഞായിരുന്നു, അവരുടെ നീഡ് എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. നെക്സ്റ്റ് ഈസ് ദ ഓഡിയൻസ് ഇസ് ഹോമോജനസ് വിത്ത് ദ കോമൺ ഗോൾസ്. ഇവിടെ ഒരു ക്ലാസ്സിലെ കുട്ടികളെടുത്ത് നോക്കിയാൽ നമുക്കറിയാം എല്ലാവരും ഒരേ ഏജ് ഗ്രൂപ്പിലുള്ളവരായിരിക്കും. 5ാം ക്ലാസ്സിലുള്ളവരാണെങ്കിൽ ഒരു 10 വയസ്സിലുള്ളവർ, 10 അല്ലെങ്കിൽ 11 വയസ്സിലുള്ളവർ തന്നെ. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രൂപ്പിനെ നമുക്ക് ഹോമോജനസ് ഗ്രൂപ്പ് എന്ന് പറയാം. പക്ഷേ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ വരുമ്പോഴോ അതൊരു ഹെട്രോജനസ് ഗ്രൂപ്പാണ്. നമ്മൾ പറഞ്ഞായിരുന്നു ഇത് അഡൾട്ടിന് മാത്രം കൊടുക്കുന്നില്ല, യങ്ങോ അഡൾട്ട് പീപ്പിൾ, വില്ലേജിലുള്ള റൂറൽ ഏരിയാസിലുള്ള യങ് അല്ലെങ്കിൽ അഡൾട്ട് പീപ്പിൾസിന് കൊടുക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നല്ല പ്രായമായവരും കാണും, തീരെ ചെറുപ്പമായിട്ടുള്ളവർ കാണും, മിഡിൽ ഏജിലുള്ളവർ കാണും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഹെട്രോജനസ് ഗ്രൂപ്പാണ്. ആൻഡ് ഹാവ് ഡൈവേഴ്സിഫൈഡ് ഗോൾസ്. അതുകൊണ്ട് അവർക്ക് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷനുള്ളവർക്ക് തന്നെ എന്തായിരിക്കും, ഡൈവേഴ്സിഫൈഡ് പല ഗോൾസ് ആയിരിക്കും അവരുടെ ആ എഡ്യൂക്കേഷനിലോട്ട് അവർ സോൾവ് ചെയ്യുന്നത് പലതരത്തിലുള്ള പ്രോബ്ലംസ്. പക്ഷേ ഫോർമൽ എഡ്യൂക്കേഷനിലാണെങ്കിലോ 5ാം ക്ലാസ്സിൽ അവരുടെ ഗോൾ എന്താണ്, ഈ 5ാം ക്ലാസ് ജയിക്കുക. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു കോമൺ ഗോളാണ്. നെക്സ്റ്റ് ഈസ് ടീച്ചിങ് ഇസ് വെർട്ടിക്കൽ ആൻഡ് കരിക്കുലം സെൻറ്റേർഡ്. സോ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ രീതിയിലാണ്, താഴേന്ന് മേലോട്ട് 5th 6th 7th അങ്ങനെ ഒരു വെർട്ടിക്കൽ രീതിയിലുള്ള ഒരു ടീച്ചിങ് ആണ് പോകുന്നത്. കരിക്കുലം സെൻറ്റേർഡ്, കരിക്കുലവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും ഇവിടുത്തെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുന്നത് ടീച്ചിങ് ഹൊറിസോണ്ടൽ ആൻഡ് മോസ്റ്റ്ലി നീഡ് ബേസ്ഡ് ആൻഡ് പ്രോബ്ലം ഓറിയൻറ്റഡ്. ഇവിടെ ഒന്ന് കഴിയുമ്പോൾ അടുത്തത് ഇതിൻ്റെ ഹയർ അങ്ങനെയൊന്നും പഠിപ്പിച്ച് പോകില്ല. അവർ നീഡ് എന്താണോ അതിനനുസരിച്ച് ഉള്ള, അല്ലെങ്കിൽ പ്രോബ്ലം എന്താണോ പ്രോബ്ലം ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ടീച്ചിങ് ആയിരിക്കും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ ഹൊറിസോണ്ടൽ ടീച്ചിങ് ആണ്. നെക്സ്റ്റ് ഈസ് സ്ട്രിക്റ്റ് അഡറൻസ് ടു ഇൻസ്റ്റിറ്റ്യൂഷണൽ നോംസ് ആൻഡ് നോ ഫ്രീ ചോയ്സ് ഫോർ ലേണേഴ്സ്. സോ ഇവിടെ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ നോംസ്, ഒരു സ്കൂൾ പറയുന്ന നിയമങ്ങളെല്ലാം അവർക്ക് പാലിച്ചേ പറ്റത്തുള്ളൂ. ഇന്ന സമയത്ത് വരണം, ഇന്ന സമയത്തേ പോകാൻ പറ്റൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റില്ല. അവിടെ ഫ്രീഡം ഓഫ് ചോയ്സ് ഇല്ല. സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ കാര്യം ഓർത്ത് നോക്കി അറിയാം, അവർക്ക് 8:30 പോയാൽ 3:30 വരാൻ പറ്റൂ. സോ അപ്പം ഇൻസ്റ്റിറ്റ്യൂഷണൽ നോംസുമായിട്ട് സ്ട്രിക്റ്റായിട്ട് അത് നമ്മൾ പാലിച്ചേ പറ്റത്തുള്ളൂ. അവിടെ ലേണറിന് ചോയ്സ് ഇല്ല. എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ വരുമ്പോൾ എന്താണ്, ഫ്രീഡം ആൻഡ് ചോയ്സ് ഓഫ് സബ്ജക്ട് മാറ്റർ ലെഫ്റ്റ് ടു ദ ലേണേഴ്സ് ആണ്. റെക്കഗ്നൈസ് ദ ഡിഗ്രി ഓർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്. ഫോർമൽ എഡ്യൂക്കേഷനിലൂടെ നമുക്ക് സർട്ടിഫിക്കറ്റുകളും ഡിപ്ലോമ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കിട്ടും. ഇതിലെന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് മേ നോട്ട് ലീഡ് ടു റെക്കഗ്നൈസ്ഡ് ക്രെഡൻഷ്യൽസ്. ഇൻസ്റ്റെഡ് പീപ്പിൾ ലേൺ തിങ്സ് ദാറ്റ് മേക്ക് ദം വാല്യുബിൾ ഇൻ ദ വർക്ക് ഫോഴ്സ്. ഇതിൽ അങ്ങനത്തെ ഡിഗ്രി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഇത് ജയിച്ചു എന്ന് പറഞ്ഞുള്ള ക്രെഡൻഷ്യൽസോ അല്ലെങ്കിൽ ഇതൊന്നും കിട്ടില്ല. അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ.
അടുത്തത് ടീച്ചർ, പ്രൊഫസേഴ്സ് ആൻഡ് കോഴ്സ് മെറ്റീരിയൽ സെർവസ് ഗൈഡ് അറ്റ് ദ സ്റ്റേജ് ഓഫ് ലേണിംഗ്, ദ പ്രോസസ് ഓഫ് ഇൻസ്ട്രക്ടിങ് ആൻഡ് ബീയിങ് ഇൻസ്ട്രക്റ്റഡ് ഇൻ മെത്തഡോളജി. ടീച്ചർ, പ്രൊഫസർ അങ്ങനെയുള്ള അവർ അല്ലെങ്കിൽ കോഴ്സ് മെറ്റീരിയൽ ഇതൊക്കെയാണ് അവരെ ഗൈഡ് ചെയ്യുന്നതെങ്കിൽ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷനിൽ ഫ്രീക്വൻ്റ്ലി മേക്ക് യൂസ് ഓഫ് സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് വിത്തൗട്ട് സ്ട്രിക്റ്റ് ഷെഡ്യൂൾ ഓർ എക്സ്റ്റേണൽ ഗൈഡൻസ്. ഇൻഡിവിജ്വൽസ് ആർ ഫ്രീ ടു ഇൻവെസ്റ്റിഗേറ്റ് ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് അറ്റ് ദെയർ ഓൺ കൺവീനിയൻസ്. അവർക്ക് അവരുടേതായ രീതിയിൽ അത് എങ്ങനെ സോൾവ് ചെയ്യാമെന്നൊക്കെ ഉള്ള രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്. Formal education often lasts for a set amount of time, like an academic year or semester, and consists of grades or levels. Formal education എന്ന് പറയുന്ന ഒരു ഫിക്സഡ് ടൈം പീരീഡ് ഉണ്ടായിരിക്കും. അതിന് സെമസ്റ്റർ അല്ലെങ്കിൽ ഒരു ഗ്രേഡ്സ് അങ്ങനെ ലെവൽസ് ഒക്കെ കാണും. ഇത് പക്ഷേ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ആകുമ്പോൾ എന്താണ്, അങ്ങനെയൊന്നുമില്ല. ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷനാണ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്നുള്ളത്. സോ ഇനി നമുക്ക് അടുത്ത ഫോർമൽ ഇൻഫോർമൽ രീതിയിലുള്ള ഉള്ള എഡ്യൂക്കേഷൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സോ അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഫിലോസഫിയും ഫോർമൽ ആൻഡ് ഇൻഫോർമൽ നോക്കാം. നമുക്ക് കുറച്ച് MCQs നോക്കാം. ഫാദർ ഓഫ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാ? ഇന്ത്യയിൽ നെഹ്റു അല്ല, BK റോയ് അല്ല, ഡോക്ടർ KN സിംഗ് ആണ്. എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഡോക്ടർ KN സിംഗ്. ഓപ്ഷൻ സി ആണ്. ഫ്രം വിച്ച് വേർഡ് ദ വേർഡ് എക്സ്റ്റൻഷൻ ഡിറൈവ്ഡ്? ആൻസർ ലാറ്റിൻ ആണ്. ആൻഡ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ഇസ് ബേസിക്കലി, ഇതിലേതാണ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഏതാണെന്ന്? നീഡ് ഓറിയൻറ്റഡ്, പ്രോബ്ലം സൊല്യൂഷൻ ഓറിയൻറ്റഡ് സിസ്റ്റം, ലോക്കൽ റിസോഴ്സ് ബേസ്ഡ് ആൻഡ് ഓൾ. സോ ആൻസർ വരുന്നത് ഓൾ ആണ്. ഇത് മൂന്നും എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷനുമായിട്ട് കറക്റ്റാണ്. ഇനി എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ഈസ് ഇൻഫോർമൽ, നോൺ ഫോർമൽ, വൊക്കേഷണൽ, നൺ. സോ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ ഇത്രയും വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? നോൺ ഫോർമലാണ്. അതായത് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ. ഫോർമൽ എഡ്യൂക്കേഷൻ പോലെയല്ല, എന്നാൽ ഇൻഫോർമൽ അല്ല. ഇൻഫോർമൽ എന്ന് പറയുന്നത് നമുക്ക് എക്സ്പീരിയൻസിലൂടെ കിട്ടുന്നതല്ലേ. സോ ഇത് നോൺ ഫോം എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നോൺ ഫോർമൽ എഡ്യൂക്കേഷനാണ്. ദ എയിം ഓഫ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ഇസ് ടു ബ്രിങ് flexibility in education, revolution, disaster, innovation. So the answer വരുന്നത് flexibility in education ആണ്. Who is the father of extension education? Answer JP Liggins. Among the following which is not an example of non-formal education? Non-formal education example അല്ലാത്ത ഏതാണെന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ, ഫിറ്റ്നസ് പ്രോഗ്രാം, സ്കൗട്ട്. ഇത് മൂന്നും നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആണ്. സോ സ്കൂളാണ് ആൻസർ. സ്കൂൾ ഇസ് എ ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റം. 8th, among the following which is not regarding informal education? ഇൻഫോർമൽ എഡ്യൂക്കേഷനുമായിട്ട് റിഗാർഡ് ചെയ്തിട്ട് ശരിയല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഹൈറാർക്കലി സ്ട്രക്ചേർഡ്, പ്ലാൻഡ്, ഡെലിബറേറ്റ്, ഓൾ. സോ ഇത് മൂന്നും ശരിയല്ല, തെറ്റാണ്. സോ ഓൾ ആണ് ആൻസർ. 9th, ബേസിക് ഫിലോസഫി ഓഫ് എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷൻ ഇസ് ടു ടീച്ച് പീപ്പിൾ. സോ എന്താണ്? വാട്ട് ടു തിങ്ക്, ഹൗ ടു തിങ്ക്, ബോത്ത്, നൺ. സോ ഓപ്ഷൻ ബി ആണ്, ഹൗ ടു തിങ്ക് ആണ് ആൻസർ. 10th, among the following which is not an example of informal education? ഫാമിലി, മീഡിയ, പിയർ ഗ്രൂപ്പ്, യൂണിവേഴ്സിറ്റീസ്. സോ ഇൻഫോർമൽ എഡ്യൂക്കേഷനിൽ വരാത്തത് യൂണിവേഴ്സിറ്റീസ് ആണ്. 11th, choose the correct statement regarding extension education. Education starts from theoretical and leads to practical. എക്സ്റ്റൻഷൻ എഡ്യൂക്കേഷനുമായിട്ട് കറക്റ്റായിട്ടുള്ളതാണ് ചോദിക്കുന്നത്. സോ ഇത് തെറ്റാണ്. തിയററ്റിക്കൽ അല്ല, പ്രാക്ടിക്കലിൽ നിന്നാണ് തിയററ്റിക്കൽ. ഫിക്സഡ് ആൻഡ് പ്രീ ഡിസൈഡഡ് കരിക്കുലം, അതും തെറ്റാണ്. ഓഡിയൻസ് ഇസ് ഹെട്രോജനസ് ആൻഡ് ഹാവ് ഡൈവേഴ്സിഫൈഡ് ഗോൾസ്, അത് കറക്റ്റാണ്. ടീച്ചിങ് ഈസ് ലാർജ്ലി കൺഫൈൻഡ് ടു പ്രിമൈസസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ് അല്ല ടീച്ചിങ് കൊടുക്കുന്നത്. സോ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് സി ആണ്. 12th, choose the correct statement regarding formal education. ഫോർമൽ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഫിക്സഡ് ഓർ പ്രീ ഡിസൈഡഡ് കരിക്കുലമാണ്. സോ അത് കറക്റ്റാണ്. റിജിഡ് ആണ്. ഓഡിയൻസ് ഇസ് ഹോമോജിനസ് വിത്ത് കോമൺ ഗോൾ. സോ ഓൾ. സോ ഇതിൽ ആൻസർ വരുന്ന ഓൾ ആണ്. സോ ഇത്രയേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.